ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട നന്ദന ഫാമിലെ മറ്റു കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ 500-ൽ പരം പുരാവസ്തുക്കളുടെ ഒരു ശേഖരണമാണ് ഉള്ളത്. അപ്പം പഴയ പുരാവസ്തുക്കളിൽ കുറച്ചൊക്കെ നമുക്ക് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സിബിഷൻസിനൊക്കെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നതാണ്. ഇതൊക്കെ അറിയാമല്ലോ, ചക്ക എന്ന് പറയുന്ന പണ്ടത്തെ ഗാന്ധിജി നൂല് കൊടുക്കുന്ന സംഭവം. അതേപോലെ തന്നെ ഗ്രാമഫോൺ എന്ന് പറയുന്ന സാധനം, ഇത് മെതിയടി എന്ന് പറയും, മെതിയടി. അതേപോലെ തന്നെ കണ്ണുകാലിത്തട്ടാണ് പറയുക. പശുവിൻ്റെ ആടിൻ്റെയൊക്കെ കഴുത്തിൽ പണ്ട് മേയ്ക്കാൻ വിടുന്ന സമയത്ത് നമ്മൾ മണിക്ക് പകരം കെട്ടിവിടുന്ന സംഭവമാണിത്. ഇത് കെട്ടിവിട്ട് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. അതേപോലെ തന്നെ പണ്ട് കാലത്ത് മനുഷ്യർ വാഗം നൂതി ധരിപ്പിച്ചുണ്ടാക്കിയ ഭരണിയാണ് ഈ കാണപ്പെടുന്നത്. ഇതെല്ലാം പഴയകാലത്തെ ഐറ്റംസാണ്. പണ്ട് കാലത്ത് ഉപ്പുഭരണി എന്ന് പറയും. അതേപോലെ തന്നെ കുതിരവണ്ടിയുടെയൊക്കെ ഹോണാണ്. അതേപോലെ തന്നെ നമ്മുടെ പാതാളക്കരണ്ടി, വസ്തു അളക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങല, പിന്നെ ത്രാസ്, പഴയ ക്ലോക്ക്, പണ്ടത്തെ ക്യാമറ, വീഡിയോ ക്യാമറ, അലൗദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറയുന്ന വിളക്ക്, മന്ത്രം ചൊല്ലി പിടിച്ചു വരുത്തണം പറഞ്ഞത്, അതിനുപയോഗിക്കുന്ന വിളക്ക്. ലാവാക്കല്ല്, ലാവ പൊട്ടിയിട്ട് തണുത്തുറയുമ്പോൾ അത് സ്റ്റോൺ ആയിട്ട് മാറും. അങ്ങനെ മാറിയ കല്ലാണ് ഈ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ മണിച്ചിത്രത്താഴ് കൂട്ട്, നമ്മുടെ എഴുത്തോല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എഴുത്തോലയാണ് ഈ കാണപ്പെടുന്നത്. അതിലെഴുതുന്ന എഴുത്താണി എന്ന് പറയുന്ന സാധനമാണ് ഈ കാണപ്പെടുന്നത്. ഇത് നമ്മുടെ തലയിൽ ഈരിനെടുക്കുന്ന ഈരൂരി എന്ന് പറയുന്ന സാധനം. പണ്ടത്തെ ചുണ്ണാമ്പിയപ്പ്, ഭസ്മച്ചപ്പ്, പകിട എന്ന് പറയും. പണ്ട് രാജാക്കന്മാർ കളിക്കുന്ന പകിട പന്ത്രണ്ട് ഒരു സംഭവം. അതേപോലെ തന്നെ കുരിശുമണി, പണ്ടത്തെ വട്ട് സോഡ, കുതിരവണ്ടിയുടെ പുറത്ത് ചവിട്ടുപടി, പഴയ തേക്കോട്ട്. ഇനി ഒറിജിനൽ മുട്ട. ഇത് എമുപക്ഷിയുടെ ഒറിജിനൽ മുട്ടയാണ്. ഒരു മുട്ടയ്ക്ക് 1500 രൂപ മുതൽ 3000 രൂപ വരെയൊക്കെ മാർക്കറ്റിൽ വിലയുള്ളതാണ്. ഒരു മുട്ട പൊട്ടിച്ചാൽ ഏകദേശം 6-7 പേർക്ക് കഴിക്കാൻ പറ്റും. ഇത് ഔഷധ ഗുണമാണ്. ഇതെല്ലാം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ലേഡി കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയ മുട്ടകളാണ് ഈ കാണപ്പെടുന്നതെല്ലാം. അവർ കഴിച്ചതിന് ശേഷം തോടയിൽ ആർട്ട് വർക്ക് ചെയ്ത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന മുട്ടകളാണ് ഈ കാണപ്പെടുന്നതെല്ലാം. ഒട്ടപ്പക്ഷിയുടെ മുട്ടയുടെ സെല്ലാണ്, തോടാണ് ഈ കാണപ്പെടുന്നത്. മുട്ടയ്ക്ക് അകത്ത് ഇതുപോലെയാണ്. ഏകദേശം ഒരു 10-12 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മുട്ടയാണ്. അതേപോലെ തന്നെ പണ്ടത്തെ നമ്മുടെ മൊബൈൽ ഫോണ്, പണ്ടത്തെ ലൈറ്ററുകളാണ് ഇത് ഇങ്ങനെ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ വെറ്റിലെ ചെല്ലം, പണ്ട് വിലങ്ങ് കണ്ടിട്ടില്ലേ നിങ്ങൾ? വിലങ്ങ്, അതാണ് സംഭവം. അതേപോലെ ഏറ്റവും സ്മോളസ്റ്റ് കൂജ, പണ്ടത്തെ പോക്കറ്റ് വാച്ച്, പഴയ മണ്ണെണ്ണ വിളക്ക്, കുപ്പി വിളക്ക്, പാട്ട വിളക്ക്, ഓട്ട് ഗ്ലാസ്, മുള ഗ്ലാസ്, പണ്ടത്തെ ടോർച്ച്, ടൈം പീസ്, അങ്ങനെ പറയുന്ന പഴയ സാധനങ്ങളാണ്. ഇത് നെഞ്ചക്ക് എന്ന് പറയും. നെഞ്ചക്ക് നമ്മുടെ കരോട്ടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സംഭവം, നെഞ്ചക്ക് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങൾക്ക് അകത്തോട്ട് കയറാം. 130 വർഷം പഴക്കം വരുന്ന പഴയ 4-കെട്ട് വീടാണിത്. നിരവധി മലയാളം, തമിഴ് സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏരിയയാണിത്. അതേപോലെ തന്നെ തത്വമസി സിനിമയൊക്കെ ഇതിനകത്താണ് ഷൂട്ട് ചെയ്തതൊക്കെ. 25 വർഷം പഴക്കം വരുന്ന ചന്ദനമരമാണ് ഈ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് പടർന്ന് നിൽക്കുന്നത് മുന്തിരിയാണ്. ഇത് എത്ര വെള്ളം വീണാലും വെള്ളം താന്നു പോകും. പണ്ട് കാലത്തെ 4-കെട്ട് വീട് എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പോസിറ്റിവിറ്റി, പണ്ടത്തെ പോസിറ്റിവിറ്റിയാണ്. അതേപോലെ തന്നെ അറയും നിലവറയാണ് ആ കാണപ്പെടുന്നത്. പണ്ടത്തെ അറയും നിലവറയും. ഇതൊക്കെ താഴെ കാണുന്നത് പണ്ടത്തെ ആട്ടുകല്ല്, ഉരല്, ഒലക്ക. അങ്ങനെ അറ്റത്ത് കാണുന്നത് പഴയകാല മിക്സിയാണ്. നമ്മൾ ഈ അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന മിക്സി. പിന്നെ തൊട്ട് അങ്ങേ അറ്റത്ത് കാണുന്നത് തിരികല്ല് എന്ന് പറയുന്ന സാധനം, തിരികല്ല്. കാണപ്പെടുന്ന ആട്ടുതൊട്ടിൽ, പഴയ ആട്ടുതൊട്ടിൽ, തടിയും കൊണ്ടുണ്ടാക്കിയ ആട്ടുതൊട്ടിൽ. പഴയ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, VCD, VCR, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസാണ് ഈ കാണപ്പെടുന്നതെല്ലാം. അതേപോലെ തന്നെ പണ്ടത്തെ പെട്രോൾ മാക്സ്, പഴയ കോയിൻസ് ഇട്ട് പിടിക്കുന്ന ഫോണ്, അങ്ങനെ പല ടൈപ്പിലെ ഫോണുകൾ. ആദ്യകാലത്തെ TV, അത് കഴിഞ്ഞ് ഇറങ്ങിയ ഒണീഡ TV, ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. പണ്ടത്തെ എലിപ്പെട്ടി, ത്രാസ്, മരത്തിൻ്റെ പരിച, പണ്ടത്തെ സ്വിച്ച് ബോർഡും ഫാൻ്റെ റെഗുലേറ്ററുമായി കാണപ്പെടുന്നത് മേശ, ത്രാസ്. ഇനി അത് പണപ്പെട്ടി എന്ന് പറയും. പൈസ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന പണപ്പെട്ടി എന്ന് പറയുന്ന സാധനമാണ് ഇത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ പൈസ ഇട്ട് വെക്കുന്നത്. സൈക്കിൾ കൊട്ട, പണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പെട്ടിയില്ല, അതാണ് ഈ കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ട്രങ്ക് പെട്ടികൾ. കുതിരക്കടിക്കുന്ന ലാടമാണ് ഈ കാണപ്പെടുന്നത്, കുതിരക്കടിക്കുന്ന ലാടം. അതേപോലെ തന്നെ പണ്ട് കാലത്ത് കുറ്റിപ്പമ്പ്, ഗിറ്റാറ്, സോഡാ മേക്കർ, ടേബിൾ ലാമ്പ്, വാള്, പരിച, കോളാമ്പി, സ്പ്രേ കുപ്പിയുടെ, ലിക്കർ കുപ്പിയുടെയൊക്കെ വെറൈറ്റി കുപ്പികളുടെ കളക്ഷൻസ്. താഴത്തെ തട്ടി കാണുന്നത് പണ്ടത്തെ ചിരവ, കൊരണ്ടി, അങ്ങനെ പറയുന്ന സാധനം. ഇത് ഹാർമോണിയം, പണ്ടത്തെ ഹാർമോണിയം. അതേപോലെ തന്നെ പണ്ട് സൈക്കിൾ റോഡിൽ ഇറക്കണമെങ്കിൽ ലൈസൻസ് നിർബന്ധമായിരുന്നു. 5 പൈസ ഫൈനാണ്, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ. ആ സൈക്കിളിൻ്റെ ലൈസൻസാണ് ഈ കാണപ്പെടുന്നത്. 2-3 സൈക്കിളൊക്കെ പണ്ട് കാലത്ത് കാണത്തുള്ളൂ. പഞ്ചായത്ത് ലൈസൻസ് വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഫൈൻ അടിക്കും. പണ്ടത്തെ 10 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റും അംബാസിഡർ കാറും. പണ്ടത്തെ റേഷൻ കാർഡിന് ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു, കണ്ടില്ലേ?
ഇത് പഴയ നോട്ടുകളുടെ കുറച്ച് കളക്ഷൻസ് നോക്കിക്കോളും. ഇനി വെളിയിലോട്ട് വരെ